ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിലെ പീഡനത്തിൽ റിപ്പോർട്ട് തേടി മദ്രാസ് ഹൈക്കോടതി. ചീഫ് സെക്രട്ടറിയും DGPയും ഉടൻ റിപ്പോർട്ട് കൈമാറണം. പ്രതി ജ്ഞാനശേഖരൻ പിടിയിലായത് സഹോദരൻ നൽകിയ മൊഴിയിലൂടെയാണ്. CCTV ദൃശ്യങ്ങളുള്ളത് തന്റെ സഹോദരനാണെന്ന് പ്രതി ജ്ഞാനശേഖരന്റെ അനുജൻ പോലീസിനോട് പറഞ്ഞു. 3/4 മണിക്കൂറോളം പെൺകുട്ടിയെ ഉപദ്രവിച്ച ശേഷമാണ് പ്രതി ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത്. അതേസമയം പെൺകുട്ടിയുടെ മേൽവിലാസം അടക്കമുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടതിൽ പ്രതിഷേധം ശക്തമാണ്. മൂന്ന് ദിവസം മുൻപാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ സുഹൃത്തിനൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന 2ാം വർഷ വിദ്യാർത്ഥിനിയെ ജ്ഞാനശേഖരൻ പീഡിപ്പിച്ചത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ആദ്യം പിടികൂടിയത് ജ്ഞാനശേഖരന്റെ അനിയനെ. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ ജ്ഞാനശേഖരന്റെ ഷർട്ട് തിരിച്ചറിഞ്ഞു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. മതിൽ ചാടിയാണ് പ്രതി അകത്ത് കടന്നത്. ആദ്യം ഇയാൾ പെൺകുട്ടിയുടെ സുഹൃത്തിനെ തല്ലി. സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടതോടെ പെൺകുട്ടിയെ സർവകലാശാല ലാബിന് പിന്നിലുള്ള കാട്ടിലേക്ക് വലിച്ചിഴച്ചു. പീഡിപ്പിച്ച ശേഷം നഗ്നദൃശ്യങ്ങൾ പകർത്തി. കുട്ടിയുടെ അച്ഛന്റെയും അധ്യാപകരുടെയും നമ്പർ കൈക്കലാക്കി ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. 3/4 മണിക്കൂറോളം ഇയാൾ പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ശേഷം തന്റെ സുഹൃത്തിന് വഴങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സംഭവ സമയം ഒരാൾ പ്രതിയെ ഫോണിൽ വിളിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടി ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോകരുതെന്നും താൻ വിളിക്കുമ്പോൾ വരണമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു. പെൺകുട്ടിയുടെ മേൽവിലാസമടക്കമുള്ള വിവരങ്ങളെല്ലാം അടങ്ങിയ FIR ചെന്നൈ പോലീസ് വെബ്സൈറ്റിൽ പങ്കുവച്ചതിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. വിഷയം പരിശോധിക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ DGPക്ക് നിർദ്ദേശം നൽകി. 24 ചെന്നൈ.